നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എസ് ഡിനോട്ട് ദ ലോക്കസ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ പെയർ ഓഫ് ലൈൻസ്. ഒരു പെയർ ഓഫ് ലൈൻസ് തന്നിട്ട് വേറെ ആൽഫ വേരീസ് ഓവർ സെറ്റ് ഓഫ് നോൺ സീറോ റിയൽ നമ്പേഴ്സ്. ടി ബി ദ ടാൻജന്റ് ടു എസ് പാസിംഗ് ടു ദ പോയിന്റ്സ് പി കോമ 0 ആൻഡ് 0 കോമ ക്യൂ, ക്യൂ ഗ്രേറ്റർ ദാൻ 0, പാരലൽ ടു ദ ലൈൻ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി രണ്ട് സ്റ്റെപ്പാണ് ഉള്ളത്. എന്താണ്, ആദ്യത്തെ സ്റ്റെപ്പിൽ ലോക്കസ് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടാൻജന്റ് കണ്ടുപിടിക്കണം. ആ ടാൻജന്റിന്റെ സ്ലോപ്പ് അറിയാം. ഓക്കെ, അത് ചെയ്യാൻ നമുക്ക് ഒരു വിഷമമില്ല. ആദ്യം നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ നല്ല ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ഒരാൾക്ക് മനസ്സിലായി 4x - 3y 12 ആൽഫയും അതുപോലെ 4x + 3y എന്ന് പറഞ്ഞ സാധനം 12 ആൽഫയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ 4x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇത് സമ്മ് ചെയ്തിട്ട് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ അതിൽ നിന്ന് 4x = 6 × ആൽഫ + 1/α എന്ന് വരും. അതുപോലെ 3y കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഇത് സബ്ട്രാക്ട് ചെയ്തിട്ട് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ 3y എന്ന് പറഞ്ഞ സാധനം എന്താ കിട്ടാൻ പോണേ, 6 × 1/α - α എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ടിപ്പിക്കലി നമുക്കറിയാം ഹൈപ്പർബോളന്റെ പാരാമെട്രിക് ഫോം ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാനുള്ള മെത്തേഡൊക്കെ അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്ത് ചെയ്യാം, സ്ക്വയർ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. സ്ക്വയർ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 16x² - 9y² = 36 × ഓക്കെ ആൽഫ + 1/α the whole square minus ആൽഫ - 1/α. അപ്പോൾ ആൽഫ + 1/α the whole square minus 1/α - ആൽഫ the whole square. ഇത് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ് കേട്ടോ. ഇത് ഹൈപ്പർബോളന്റെ ഇതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 10ാം ക്ലാസ്സിൽ തന്നെ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന്റെ ലോജിക്ക് തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്തെന്ത്, ഈ സംഭവങ്ങളുണ്ടല്ലോ. ഇത് ആൽഫ + 1/α സ്ക്വയർ ചെയ്താൽ ആൽഫ² + 1/α² + 2 വരും. മറ്റേതോ ആൽഫ² + 1/α² - 2 വരും. അത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും, ആൽഫ² 1/α² ക്യാൻസൽ ആയി പോയിട്ട് ഒരു കോൺസ്റ്റന്റ് നമ്പർ കിട്ടുമല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോണത്. അപ്പോൾ ഇവിടെ 4 വരും. അപ്പോൾ 36 × 4 144 വരും. സോ നമ്മുടെ ലോക്കസ് എന്ന് പറഞ്ഞ സാധനം x² / 9 - y² / 14 y² / 16 = 1. ഇതാണ് സാധനം. ഇതൊരു ഹൈപ്പർബോളയാണ്. സിമ്പിൾ കാര്യം. ഇനി അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പാരലൽ ടു, നമുക്കൊരു ടാൻജന്റ് കണ്ടുപിടിക്കണം. ആ ടാൻജന്റിന്റെ സ്ലോപ്പ് ഇതിൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറഞ്ഞ സാധനം 4/3/√2 ആണ്. ഓക്കെ, അഥവാ 4√2 / 3 ആണ് സ്ലോപ്പ്. ഇനി ഹൈപ്പർബോളയ്ക്ക് അറിയാം x² / a² - y² / b² = c². y = mx + c ആണെങ്കിൽ c² = a² m² - b² ആണ്. അപ്പോൾ നമ്മുടെ പാരാബോളയുടെ ടാൻജന്റ് വിത്ത് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y = mx ± √/a² m² - b² ആണ്. y = mx ± √/a² m² - b² ആണ്. കാരണം c² എന്ന് പറയുന്നത് a² m² - b² ആണ്. c എന്ന് പറഞ്ഞ സാധനം ± വരും. ഓക്കെ, എമ്മിന്റെ വാല്യൂ നമുക്ക് 4√2/3 എന്ന് അറിയാം. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y = 4√2/3 x ± √/a². a² എന്ന് പറഞ്ഞ സാധനം 9 ആണ്. ഇൻറ്റു 4√2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 × 2 / 9 - b², 16 വരും. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് y = 4√2/3 x ± √/32 - 16, അപ്പോൾ ± 4 എന്ന് കിട്ടും. ഇനി ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇത് പാസസ് ത്രൂ 2 പോയിന്റ്സ് ഉണ്ട്, p, 0 ഉണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് എന്താണ്, 0, q ഉണ്ട്. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ y വാല്യൂ ± 4 വരും. അപ്പോൾ ± 4 വരുന്നത് കൊണ്ട് q വാല്യൂ ± 4 എന്ന് വരും. പക്ഷെ q പോസിറ്റീവ് ചൂസ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ q പോസിറ്റീവ് ചൂസ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. q വാല്യൂ പോസിറ്റീവായിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പോവാം. അപ്പോൾ q വാല്യൂ പോസിറ്റീവ് ചൂസ് ചെയ്യുമ്പോൾ അത് +4 വരും. +4 എന്ന് പറയുമ്പോൾ നമ്മൾ y = 4√2/3 x +4 കിട്ടും. റൈറ്റ്, ഇനി നമുക്ക് ആ പിയും ക്യൂവും കണ്ടുപിടിക്കാം. ഓഫ് കോഴ്സ് q വാല്യൂ 4 ആണ് ഓൾറെഡി നമുക്കറിയാം. p വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, എക്സിന് yക്ക് 0 കൊടുക്കുക. yക്ക് 0 കൊടുക്കുമ്പോൾ യുവർ p വാല്യൂ വിൽ കം ഔട്ട് ടു ബി -4 / 4√2/3 വരും. അഥവാ -12 / 4√2 വരും. അതായത് -3/√2 വരും. ഇനി പി ക്യൂ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ വരയ്ക്കുന്നത്. അപ്പോൾ അത് -12 / √2 വരും. അഥവാ -6√2. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ. കാൽക്കുലേഷൻ ഉണ്ട്, പക്ഷെ എന്താണ്, അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷനും അല്ല.
ഓക്കെ. ജസ്റ്റ് ഒരു ലോക്കസ് കണ്ടുപിടിച്ച് ഒരു ടാൻജന്റ് കണ്ടുപിടിച്ച് ആ പോയിന്റ് നോക്കി അത്ര ചെയ്യാനുള്ളതിൽ. ഓക്കെ.